إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ, അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ യഥാവിധി ജീവിതത്തിൽ പകർത്തിയും പാലിച്ചും അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടാൻ ശ്രദ്ധിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിന്റെ പരക്കം പാച്ചലിലാണ്. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിനരാത്രങ്ങളും പെട്ടെന്നാണ് കടന്നു പോകുന്നത്. ഓരോ വെള്ളിയാഴ്ചകളും ഓരോ ദിവസം പോലെ വേഗത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുഭവിക്കുകയാണ് നമ്മളെല്ലാവരും. അതിനിടയിൽ നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ നിന്നും ഈ ലോകത്തു നിന്നും തിരിച്ചു പോകും എന്ന കാര്യത്തിലും സംശയമില്ല. ജനിച്ച നാടും വീടും കുടുംബവും സംവിധാനവുമെല്ലാം ഉപേക്ഷിച്ച് നമ്മളിവിടെ ഇല്ലാത്തൊരു ലോകത്തെ ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നമ്മളില്ലാത്ത ബാംഗ്ലൂർ, നമ്മളില്ലാത്ത കണ്ണൂരും തലശ്ശേരിയും കേരളവും, നമ്മളില്ലാത്ത നമ്മുടെ മണിയറകൾ, നമ്മളുടെ ഭാര്യയില്ലാത്ത അടുക്കള, നമ്മളുടെ രോഗാതുരമായ അവസ്ഥയിൽ സ്ഥിരമായി കിടന്നിരുന്ന മാതാപിതാക്കളില്ലാത്ത ആ റൂമുകൾ, ഇതൊക്കെയും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ മരണത്തെ ഓർത്തുകൊണ്ടും പരലോകയാത്രയെക്കുറിച്ചുള്ള ചിന്തകളെ വിറക്കിക്കൊണ്ടുമാണ് നമ്മളെല്ലാവരും ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്.
ഓരോരുത്തരുടെയും അനാരോഗ്യകരമായ അവസ്ഥകൾ, മരണത്തെ മുന്നിൽ കാണുന്ന വളരെയധികം ബേജാറാക്കുന്ന രംഗങ്ങളൊക്കെ നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് അവിടെയെല്ലാം ഒരു മുസ്ലിമിന്, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെയെല്ലാം അവന് കരുത്തും കരുതലും നൽകുന്ന ഘടകമെന്നത് നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കുക. നമ്മളെല്ലാവരും ദുനിയാവിലെ ഒരു യാത്രക്കാരനാണ്. وكان ابن عمر يقول إذا أمسيت فلا تنتظر الصباح وإذا أصبحت فلا تنتظر المساء وخذ من صحتك لمرضك ومن حياتك لموتك. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ സഹാബി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി, പ്രഭാതമായാൽ നിങ്ങൾ പ്രദോഷത്തെയും പ്രദോഷമായാൽ നിങ്ങൾ പ്രഭാതത്തെയും കാത്തിരിക്കരുത്. അത്രയും നിസ്സാരമായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അലാ ഇന്ന ദുനിയ ഖദ് ഇർതഹലത് മുദ്ബിറതൻ. ദുനിയാവ് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരലോകം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിനും പരലോകത്തിനും മക്കളുണ്ട്. നിങ്ങൾ ദുനിയാവിന്റെ മക്കളാവരുത്, പരലോകത്തിന്റെ മക്കളാവുക. ഇന്ന് പ്രവർത്തിക്കാനുള്ള ദിവസമാണ്, ഇന്ന് വിചാരണയില്ല. നാളെ അഥവാ മരണശേഷം പ്രവർത്തനമില്ല, വിചാരണയാണ് നടക്കുക. ഇന്ന് വിചാരണയില്ല, ഇന്നിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മരണശേഷം പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതുവരെ പ്രവർത്തിച്ചു കൊണ്ടതിനെ പറ്റിയുള്ള വിചാരണയാണ് അവിടെ നടക്കുക. അതുകൊണ്ട് ആ വിചാരണ നാളിൽ സന്തോഷിക്കുക എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബേജാറിനുള്ള മുൻവിധി, കരുതൽ എന്ന നിലക്ക് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്തായാലും നമ്മൾ മരിക്കും, എന്തായാലും നമ്മുടെ മാതാപിതാക്കൾ മരിക്കും, എന്തായാലും നമ്മളെ പിഞ്ചോമനകൾ മരിക്കും, എന്തായാലും നമ്മുടെ പ്രിയതമ മരിക്കും. എവിടെയാണ് അതിനെ നമുക്ക് കടിഞ്ഞാണിടാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ഈ സമാധാനത്തിന്റെ ഈ സന്ദേശത്തിലല്ലാതെ, സമാധാനത്തിന്റെ ആ ഒരു ഉത്തരത്തിലല്ലാതെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് സമാധാനിക്കാൻ വകയില്ല. അങ്ങനെ പരലോകത്ത് സന്തോഷിക്കണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നാളെ പരലോകത്ത് ഏടുകൾ ലഭിക്കുമ്പോൾ ഓരോരുത്തരെയും വിചാരണ നാളിലേക്ക് വരും. അന്ന് ഓരോരുത്തരും പ്രവർത്തിച്ചതിന്റെ ഏടുകൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടും. അതിന്റെ മീസാൻ, ആ മീസാനായിരിക്കും നമ്മളുടെ സ്വർഗവും നരകവും. അവിടുന്ന് അങ്ങോട്ടുള്ള ശിക്ഷാമുറകളും സുഖാനുഭൂതികളും എല്ലാം തീരുമാനിക്കുക ആ ഏടുകളായിരിക്കും. ഇവിടെ നമുക്ക് എല്ലാ സെറ്റപ്പുകൾ ഉണ്ടെങ്കിലും ശരി, പരലോകത്ത് ഈ ഏടല്ലാത്ത ഒന്നും നമ്മളെ സഹായിക്കുന്ന പ്രശ്നമില്ല. ഈ ഏടിൽ എന്തൊക്കെയുണ്ടോ അത് ലഭിക്കുന്ന സമയത്ത് സന്തോഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് സുഖകരമായ ജീവിതമായിരിക്കും അവിടെ നിന്ന് അങ്ങോട്ടുണ്ടാവുക. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ന് ആ ഏടുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏടുകളിൽ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചിലർക്ക് മംഗളാശംസകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്തരം ഏടുകളിൽ ധാരാളം ഇസ്തിഗ്ഫാർ ഉള്ളവർക്ക് മംഗളം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏടുകൾ ഇസ്തിഗ്ഫാർ, ഏടുകളിൽ നിറഞ്ഞു നിൽക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമസ്കാരത്തിന് ശേഷം പോലും അസ്തഗ്ഫിറുല്ലാഹ് പോലും ചെല്ലാൻ നേരമില്ലാത്ത വിധം ഇറങ്ങി ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് ഒരു കുറ്റവാളിക്ക് ചെയ്യേണ്ടതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നല്ല. കുറ്റം ചെയ്യാത്തവനും കുറ്റം ചെയ്തവനും എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അക്ഷരം പ്രതി മനസ്സ് തട്ടി, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു തരണേ എന്ന ഇസ്തിഗ്ഫാർ ആരുടെ ഏടുകളിൽ അധികരിച്ചു നിൽക്കുന്നുവോ
അവന് ആ കിതാബ്, ആ ഏട് ലഭിക്കുന്ന ദിവസം സന്തോഷിക്കാൻ സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിൽ പറയുന്നുണ്ട്, സുമ്മ അഫീദു മിൻ ഹൈസു അഫാദ അന്നാസ് വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനം ചെയ്യുവിൻ, അല്ലാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. പരിശുദ്ധ ഖുർആനിൽ പ്രിയപ്പെട്ടവരെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്, വസ്തഗ്ഫിറു എന്ന എത്ര പദങ്ങളാ നിറഞ്ഞു നിൽക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരേ സൂറത്തുകളിൽ നിരവധി തവണയായി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വഅനിസ്തഗ്ഫിറു റബ്ബക്കും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ കാണാം, നിങ്ങൾ റബ്ബിനോട് പാപമോചനം ചെയ്യുവിൻ, പിന്നെ അവനിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. വിശ്വാസികളുടെ ഗുണമാണ് ഇസ്തിഗ്ഫാർ ചോദിക്കുക എന്നത്. വൽമുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിൽ കാണാം. വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ സൂറത്ത് ദാരിയാത്തിൽ കാണാം. അങ്ങനെ നിരവധി ആയത്തുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ പരിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബിമാരുടെ, അവിടുന്ന് മുമ്പും അതിനുശേഷം വന്ന സഹാബികളുടെ എല്ലാം പ്രാർത്ഥനകളിലും ജീവിതമുറകളിലെല്ലാം ഇസ്തിഗ്ഫാറുകൾ നിറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. നബിമാരും സ്വാലിഹീങ്ങളും ആ ഒരു ഗുണസമ്പന്നതയിൽ ജീവിതം കഴിച്ചുകൂടിയ ആളുകളായിരുന്നു. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ഇസ്തിഗ്ഫാർ പരിശുദ്ധ ഖുർആനിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അറാഫിൽ അവർ രണ്ടാളും പറഞ്ഞതായി, ഹവ്വയും ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളോട് തന്നെ പ്രവർത്തിച്ചു, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിത്തീരുക തന്നെ ചെയ്യുമെന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നതായി ഖുർആനിൽ. അതേപോലെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഖാല വഇല്ലാ തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ. നീ എനിക്ക് പുറത്തു തരാത്ത പക്ഷം, കരുണ ചെയ്യാത്ത പക്ഷം ഞാൻ നഷ്ടക്കാരിൽപ്പെട്ടവനായി തീരും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഗഫറ ല ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അദ്ദേഹം പറഞ്ഞു, റബ്ബേ, ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പുറത്തു തരികയും പുറത്തു തരണേ എന്ന് ചോദിച്ചു. ആകയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദിൽ കാണാം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹത്തോട് ഖുർആൻ പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും. ആകയാൽ അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ലെന്നും നബിയെ നീ അറിയുക, നിന്റെ പാപത്തിനും നിന്റെ കൂടെയുള്ള സത്യവിശ്വാസികളുടെയും സത്യവിശ്വാസിനികളുടെയും വേണ്ടിയും അവരുടെ പാപത്തിനു വേണ്ടിയും നീ എന്ത് ചെയ്യുക? ചോദിക്കുക. അല്ലാഹു നിങ്ങളുടെ ചലനസ്ഥലവും വാസസ്ഥലവും കൃത്യമായി അറിയുന്നവനാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെയും ഓരോ പ്രവാചകന്മാരും ഇസ്തിഗ്ഫാർ നടത്തിയതായി പരിശുദ്ധ ഖുർആനിൽ. ആരാ പ്രവാചകന്മാരാ നടത്തുന്നത്? ആദ്യമായി സ്വർഗത്തിലേക്ക് കടന്നു പോവുക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ ഉള്ള അമ്പിയാക്കളാണ്. ഈ അമ്പിയാക്കളുടെ പ്രാർത്ഥനകളിലാണ് നമ്മൾ ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുവിനോട് മഗ്ഫിറത്ത് തേടുക എന്നതാണ് ഇസ്തിഗ്ഫാർ. ഇത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സമയത്തും ഒരു മുസൽമാന്റെ വായിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് നമ്മളുടെ ഏടുകൾ നിറച്ചാൽ നമുക്ക് സന്തോഷം പരലോകത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, തസ്അലുല്ലാഹു ശൈഇൻ അസ്തഗ്ഫിറുല്ലാഹ് തസ്അലുല്ലാഹു ശൈഇൻ ഹുമൽ അവൽ സിത്റു الذنب التجاوز عنه بحيث لا يعاقبك الله عليه. അദ്ദേഹം പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു സത്യവിശ്വാസി ഉരുവിടുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അള്ളാഹുവിനോട് അയാൾ ചോദിക്കുന്നത്. ഒന്നാമത്തത് പാപങ്ങളെ മറയിടുക എന്നതാണ്. അഥവാ സൃഷ്ടികളിൽ നിന്ന് നമ്മൾ ചെയ്ത പാപത്തെ പരസ്യപ്പെടുത്താതെ ഒതുക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നല്ലേ അത്? ആലോചിച്ചു.
അല്ലേ? നമ്മൾ ചെയ്ത പാപങ്ങൾ പുറത്തു വരാതെ അത് മറയ്ക്കല്, അത് മണ്ണിനടിയിൽ കുഴിച്ചു മൂടുക, അതൊരിക്കലും പുറത്തേക്ക് ലീക്കാവാതിരിക്കുക. ഇത് നമുക്കൊക്കെയും ആഗ്രഹമുള്ള, നമുക്കൊക്കെയും താല്പര്യമുള്ള, ഇഷ്ടമുള്ള ഒന്നാണ്. ഇതാണ് ഒരു അസ്തഗ്ഫിറുള്ളയിലെ ഒന്നാമതായി നടക്കുന്ന ചോദ്യം. രണ്ടാമത്തെ ചോദ്യം പാപം കാരണമായി അള്ളാഹു നിന്നെ ശിക്ഷിക്കാതെ വിട്ടുവീഴ്ച ചെയ്യാൻ. ഏതൊരു പാപത്തിനും ശിക്ഷയുണ്ട് എന്ന് പഠിച്ചവരാ നമ്മളെല്ലാരും, അല്ലേ? ചെറിയ ശിക്ഷകളെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ചെരുപ്പ് ധരിപ്പിക്കും, അതിന്റെ ചൂട് കാലിനടിയിലൂടെ കയറി തലയോട്ടി പൊട്ടിയൊലിക്കുന്ന രൂപത്തിലുള്ള വേദനാജനകമായ നിരവധി ശിക്ഷകൾ കേട്ടവരാണ് നമ്മളെല്ലാരും. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ശിക്ഷാമുറകളുടെ സാമ്പിളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ രണ്ട് കാര്യമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടെന്നാണ്. പലപ്പോഴും ആളുകളുടെ വായിൽ നിന്ന് അസ്തഗ്ഫിറുല്ലാഹ് വരാറുണ്ട്, പക്ഷെ അതിന് ജീവനില്ല. എന്താ? പരദൂഷണം പറയുന്ന ആളുകൾ പരദൂഷണം തുടങ്ങും, അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹു പുറത്തിരട്ടെ നിങ്ങൾക്കറിയോ എന്നും പറഞ്ഞിട്ട് പരദൂഷണം പറയും. പരദൂഷണം പറഞ്ഞ് മറ്റാളുടെ ചെവിയിലും മറ്റാളുടെ കർണപടത്തിൽ അത് എത്തിച്ചു കഴിഞ്ഞാൽ ഇയാൾ പറയും അസ്തഗ്ഫിറുല്ലാഹ്. ആരോടും പറയണ്ടോ അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹു പുറത്തിരട്ടെ. അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹ്ക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന് വേണ്ടത് നമ്മൾ ചെയ്ത ഓരോ തിന്മകളും ചെയ്യുന്ന സമയത്ത് പോലും ഇത് അസ്തഗ്ഫിറുല്ലാഹ് ചെയ്താൽ മതി എന്ന് അറിയുന്ന മനുഷ്യൻ ചെല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹ്ക്ക് പോലും ജീവനില്ല എന്നതാണ് യാഥാർത്ഥ്യം. അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? രണ്ടാമത്തത്, ഈ ആൾക്ക് ഈ ചെയ്ത പാപം കാരണത്താൽ പരലോകത്തുനിന്ന് ആ ശിക്ഷ എനിക്ക് പടച്ചോനെ തരരുതേ, അതിൽ നിന്ന് രക്ഷപ്പെടണേ എന്നുള്ള ചോദ്യമാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ അസ്തഗ്ഫിറുല്ലാഹ് ഈ രണ്ട് ഗുണവും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത്തരുണത്തിലാണ് നമ്മളത് ചെല്ലേണ്ടത്. നമ്മൾ പറയും തൗബ ചോദിക്കുക എന്നത്. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായി ഇനി ഒരു തെറ്റിലേക്ക്, ഞാൻ ആ ചെയ്തിരിക്കുന്ന തെറ്റിലേക്ക് പോകില്ല എന്ന തീരുമാനമാണ് തൗബ. അപ്പൊ ഇനി എങ്ങനെ തൗബ ചെയ്യും? ഓരോ ആളുകൾ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓരോ വക്തുകൾക്കിടയിലുമുള്ള തിന്മകളെ നിങ്ങളുടെ നമസ്കാരം ഇല്ലാതാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയമായും നമസ്കാരം മ്ലേച്ഛവും മോശവുമായ സംഗതികളിൽ നിന്ന് നിങ്ങളെ തടയുന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെ എവിടുന്നാണ്? ഓരോ വക്തുകൾക്കിടയിലും ആവർത്തിച്ച് ഒരേ തിന്മ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കേട്ടോളൂ, എങ്ങനെയാ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങളുടെ നമസ്കാരത്തിന്റെ തകരാറാണ്, അല്ലേ? സുജൂദിൽ പോകുമ്പോ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, പടച്ചോനെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നതോടൊപ്പം നിന്നോട് എന്താണ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, എനിക്ക് പുറത്തു തരണേ എന്ന് സുജൂദിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം സുജൂദിലാണ്. ആ സുജൂദിൽ പോലും എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് സലാം വീട്ടിയവനാണ് അതേ തിന്മ വീണ്ടും ചെയ്യുന്നതെങ്കിൽ നിന്റെ നമസ്കാരം, നിന്റെ ചോദ്യം ശരിയായിട്ടില്ല സഹോദര എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്ഥായിയായിട്ട് ഇനി ഒരു തെറ്റിലേക്ക് നമ്മൾ തെറ്റ് ചെയ്തു പോകും. കാരണം എന്താ? ആദം സന്തതികൾ തെറ്റ് ചെയ്തു പോകുന്നവരാണ്. അതേപോലെ തന്നെ ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, നിശ്ചയമായും മനുഷ്യന്റെ മനസ്സ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, പടച്ചിരിക്കുന്നത് തെറ്റിലേക്ക് ചാഞ്ഞു പോകുന്ന മനസ്സായിക്കൊണ്ടാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച മനസ്സൊഴികെ ബാക്കി എല്ലാ മനസ്സും തെറ്റിലേക്ക് വീണു പോകുന്ന മനസ്സായിട്ടാണ്. അതുകൊണ്ട് എന്തു വേണം? ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ ദറജയുള്ളത്. അവരാണ് തെരഞ്ഞെടുക്കപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആ തെറ്റിന് ഇസ്തിഗ്ഫാർ ചെയ്ത ശേഷം ഇനി ഒരിക്കലും അതിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല എന്ന് തീരുമാനമെടുക്കലാണ് തൗബ. തൗബ എത്ര എണ്ണം നടന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ? ആലോചിക്കുക. നമ്മളല്ലേ മദ്യപിച്ചവരുണ്ടാകും, എന്റെ ഖുതുബ കേൾക്കുന്നവരിൽ, സിനിമ കണ്ടവരുണ്ടാകും, തോന്നിയാസം കണ്ടവരുണ്ടാകും, അതുപോലെ എന്താ പറയാ പലിശയിൽ ഏർപ്പെട്ടവരുണ്ടാകും, ലഹരി ഉപയോഗിച്ചവരുണ്ടാകും, വ്യഭിചാരത്തിൽ ഏതെങ്കിലും ചെറിയ തോതിലെങ്കിലും കണ്ണികളായവരുണ്ടെങ്കിൽ ആലോചിക്കുക നമ്മളെല്ലാവരും എവിടെയാണ് തൗബ നടന്നിട്ടുള്ളത്? അയാൾ ആ തിന്മ ചെയ്ത് കുറ്റബോധം കൊണ്ടോ പിടിക്കപ്പെട്ടിട്ടോ അയാൾ നിന്ദ്യനായി ശിക്ഷ ഏറ്റുവാങ്ങി, അതല്ലെങ്കിൽ തിരിച്ചറിവിലൂടെ അയാൾ ഇനി ഒരിക്കലും അത് ചെയ്യരുത് എന്ന് തീരുമാനിച്ച് ഇനി ഒരിക്കലും പടച്ചോനെ ഞാൻ ആ തെറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ച് ഇന്നുവരെ ഈ ഖുതുബ കേൾക്കുന്നതുവരെ അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ തൗബയില്ല. അയാൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി അതിനുശേഷം അയാൾ തൗബ ചെയ്തു, വീണ്ടും അയാൾ ആ തിന്മയിലേക്ക് പോകുന്നില്ലെങ്കിൽ എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത്? നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചതിന്റെ അടയാളമാണ്.
സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്കതിലൂടെ കഴിയും. എന്തുകൊണ്ട്? പിന്നീട് ആ തെറ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മുടെ മനസ്സാക്ഷിക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ പിന്നെ അത് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. ഇനിയോ തൗബക്ക് ഷർത്തുകളും മറ്റും ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ പ്രിയപ്പെട്ടവരെ വ്യത്യാസമുണ്ട്. തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ വ്യത്യാസമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളിൽ തൗബ വേറെ തന്നെ ഇസ്തിഗ്ഫാർ വേറെ തന്നെ പ്രതിപാദിച്ചതായിട്ട് കാണാൻ സാധിക്കും. വഅനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ. നിങ്ങൾ പാപമോചനം ചെയ്യുവിൻ, നിങ്ങൾ പാശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ എന്ന് സൂറത്ത് ഹൂദിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വയാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി. ആ കൗമിനോട് പറയാണ് എന്ത്? നിങ്ങൾ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുവിൻ, എന്നിട്ട് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. വഇലാ സമൂദ അഖാഹും സ്വാലിഹാ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ ഫസ്തഗ്ഫിറൂഹു തുമ്മ തൂബു ഇലൈഹി. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ, നിങ്ങൾ തൗബ ചെയ്യൂ. രണ്ടും രണ്ടാണ്. ഒന്ന്, അള്ളാഹുവെ പുറത്തു തരണേ എന്ന ചോദ്യം. രണ്ടെന്താ? ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് വരില്ല. ആ ഒരു തൗബ, ആ തൗബ ചെയ്തു മടങ്ങുക എന്നത് ഒരു ഏറ്റവും നല്ല വിശ്വാസിയുടെ ഈമാനുള്ളവന്റെ ലക്ഷണമാണ്. തെറ്റ് ചെയ്തു പോയേക്കാം, അപരാധങ്ങൾ സംഭവിച്ചേക്കാം, അതല്ലെങ്കിൽ അവിവേകങ്ങൾ സംഭവിച്ചേക്കാം, അതല്ലെങ്കിൽ അനർത്ഥങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കി, സഹോദരാ ഞാൻ ആ പറഞ്ഞത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവനോട് ഖേദം പ്രകടിപ്പിച്ച് കടപ്പാട് തീർത്ത്, പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും അതെന്റെ കയ്യിൽ നിന്ന് സംഭവിക്കരുതെന്ന് തീരുമാനിച്ചുറപ്പിച്ച മുസൽമാന് രണ്ട് നിലക്കും വിജയമാണ് ഉണ്ടാവുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെ അത് പറയുന്നുണ്ട്. വസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടുവിൻ, പിന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള സംസാരമാണ്. എന്നാൽ തൗബ ചെയ്ത് ആ ഒരു തൗബ ചെയ്ത് തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കലും ഇനി അതിലേക്ക് മടങ്ങാതിരിക്കുകയും എന്നതാണ് തൗബയിലൂടെ നടക്കുന്നത്. ഒന്ന് നാവിലൂടെ നമ്മൾ പറയാണ്, പടച്ചോനോട് ചോദിക്കുകയാണ്, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ. മറ്റേതെന്താണ്? ചെയ്ത തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കലും അതിലേക്ക് പിന്നീട് ഒരിക്കലും പോകാതിരിക്കലുമാണ് തൗബ. ഇത് രണ്ടും നമ്മൾ പരിശോധിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് ഒരു പക്ഷേ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടാവും. ഏത് തെറ്റ് ചെയ്താലും ഒരു ഇത്തിരി ഈമാനുള്ളവന് കൈവറക്കും, മനസ്സ് വറക്കും, ഉറക്കം പോവും, കുറ്റബോധം ഉണ്ടാവും, അല്ലേ? എന്തെല്ലാം തെറ്റുകളുടെ കൂമ്പാരം നമുക്ക് വായിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില മാരകമായ തിന്മകൾ ചെയ്താൽ എന്താണെന്നറിയോ? നമസ്കാരത്തിന് പോലും വരാൻ കഴിയാത്ത വിധം തടയപ്പെടുന്ന, നിസ്കരിക്കാൻ കഴിയൂല, പള്ളിയിലേക്ക് പോകാനുള്ള ഒരു യക്കയും കിട്ടില്ല, ദാനധർമ്മം ചെയ്യാൻ കഴിയില്ല, അള്ളാന്റെ മുന്നിലേക്ക് വരാൻ കഴിയില്ല. അയാൾ ബേജാറിലായിരിക്കും, അയാൾക്ക് ഉറങ്ങാൻ കഴിയില്ല. ആ കുറ്റബോധം അയാളെ ഉറപ്പിക്കും, കുടുംബത്തിൽ നിന്ന് അകറ്റും, അയാൾ ഒറ്റയാനായി മാറും, അയാൾ ഉറക്കെ കരയുന്ന അവസ്ഥയുണ്ടാകും, അയാൾ ബേജാറിലായിരിക്കും, അയാളുടെ സൗകര്യങ്ങൾ ഇടുങ്ങുന്നതായിട്ട് തോന്നും, എല്ലായിടത്തും കൂരാകൂരിരുട്ട് അയാൾക്ക് അനുഭവപ്പെടും, അയാളുടെ റിസ്കുകൾ ചുരുങ്ങുന്നതായി തോന്നും, തൗഫീഖിന്റെ വാതിലുകൾ അടയപ്പെടും, എല്ലാ നസീബും അയാൾക്ക് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നും. എല്ലാ നിലക്കും അല്ലാഹു സഹായിക്കപ്പെടാത്തവനായിട്ട് ആ മനുഷ്യനാകെ ബേജാറിലായിരിക്കും. പാപങ്ങൾ കൊണ്ടുള്ള പ്രശ്നമായത്. ഖുർആൻ കയ്യിലെടുക്കാൻ കഴിയില്ല, അള്ളാന്റെ മുന്നിൽ ഇരിക്കാൻ കഴിയില്ല, പള്ളിയിൽ വന്നിരിക്കാൻ കഴിയില്ല. വലിയ വലിയ പാപങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? എന്ത് ചെയ്യും? കൃത്യമായ തിരിച്ചറിവുണ്ടാകുക, എന്നിട്ട് ഉചിതമായ തീരുമാനമെടുക്കുക എന്നതാണ് അതിലേറ്റവും വലിയ മാതൃക. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ എന്തൊക്കെയോ ജാഹിലിയ്യത്തിൽ ജീവിച്ചു പോയ ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ നെഞ്ചകത്ത് കെട്ടിയപ്പോ അവരെന്ത് ചെയ്തു? തിരുത്തി, അല്ലെ? തിരുത്തി. മദ്യത്തിന്റെ ചഷകങ്ങൾ പൊളിച്ച് ഉടച്ച അങ്ങാടിയിലെ തെരുവീഥികളിലൂടെ ഒഴുകുന്ന അവസ്ഥ ഉണ്ടായി. മദ്യപിച്ചവർ വായിലേക്ക് വിരലുകളിട്ട് ഛർദ്ദിക്കുന്ന അവസ്ഥ ഉണ്ടായി, അല്ലേ? അഭിസാരികളായി ജീവിച്ചിരുന്ന സ്ത്രീകളോട് വസ്ത്രങ്ങൾ, ചെറിയ ചെറിയ വസ്ത്രങ്ങൾ, ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ച് ആളുകൾക്ക് തന്റെ ശരീരത്തിന്റെ നിമ്നോന്നതികൾ പ്രദർശിപ്പിച്ച് ജീവിച്ച അഭിസാരികൾ ജീവിച്ചിരുന്ന ജാഹിലിയ കാലഘട്ടത്തിലാണ് ആയത്തുകൾ നിരന്തരമായിട്ട്, ആയത്തിന്റെ നൈരന്തര്യം കൊണ്ട് ആ സമൂഹം എന്തു ചെയ്തു? സമൂഹം സമ്പൽ സമൃദ്ധിയുടെ വലിയ പരിഷ്കരണത്തിന്റെ ഒരു ലോകത്തേക്ക് അവർ മാറുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. നിങ്ങൾ മദ്യം ഒഴിവാക്ക്, ചൂതാട്ടം ഒഴിവാക്ക് എന്ന ആയത്തുകൾ വന്നു. അതോടൊപ്പം ഇന്ന ജിലിദാലിക് കതബനാ അലാ ബനി ഇസ്രായീൽ,
അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. കൊലപാതകങ്ങൾ നടന്നിരുന്ന ഓരോ ദിവസവും വാളുകൾ തമ്മിൽ ഉരമ്പിടാതെ വാളിന്റെ തുമ്പത്ത് രക്തക്കറകൾ വരാതെ ഒരു ദിവസവും സൂര്യൻ അസ്തമിക്കാത്ത നാട്ടിൽ ഈ ആയത്ത് വന്നു. ആളുകൾ കൊലപാതകം നിർത്തി, ആളുകൾ മദ്യപാനം നിർത്തി, പലിശ നിർത്തി. അങ്ങനെ ഓരോന്നിലും ആയത്തുകൾ വന്ന് അടിക്കടിയായി ആയത്തുകളും പ്രബോധനവും നടന്നപ്പോ അവരെല്ലാം മാറുന്ന അവസ്ഥ ഉണ്ടായി. എത്ര ആളുകളാ അവരവരുടെ ജാഹിലിയ്യത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി അവിടെ മുഴുവൻ പാപങ്ങളുള്ള പുറത്തെടുക്കുകയാണ്. എന്നിട്ടും പഴയ പാപങ്ങൾ ഓർത്ത് കരയുന്ന അവസ്ഥ ഉണ്ടായി. പലരും പഴയ പാപങ്ങൾ ഓർത്ത് ബോധം കെട്ടു വീഴുന്ന സഹാബാക്കൾ ജീവിച്ചു. പഴയ നന്മകളിലെ ചിലത് മിസ്സായതോർത്ത് കരയുന്ന അവസ്ഥ ഉണ്ടായി. എത്ര ചരിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനോമുഖങ്ങളിലുണ്ട്. ആലോചിച്ച് നോക്ക്. നമുക്കും തിരുത്തണം, നമുക്കും അങ്ങനെ ഒരു കഥ പറയാൻ ഉണ്ടാവണം. നമുക്ക് നമ്മോടെങ്കിലും ഞാൻ പണ്ട് ചെയ്തു പോയ തോന്നിയാസങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. ഇന്ന് ഖുതുബ കേട്ടപ്പോ, ഇന്ന് ആയത്ത് കേട്ടപ്പോ, ഇന്ന് ഹദീസ് വായിച്ചപ്പോ എനിക്ക് ബേജാറാണ്. അതുകൊണ്ട് ആ പരിപാടിക്ക് ഇനി എന്നെ വിളിക്കരുത്, ആ ഒരു പരിപാടിക്ക് ഞാൻ ഇനി കൂട്ടാക്കില്ല എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന എല്ലാ ഉപദ്രവവും അവന്റെ പാപങ്ങൾ നിമിത്തമാണ്. നമ്മളെ പാപം കാരണത്താലാണ് നമുക്ക് വരുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്തിഗ്ഫാർ പാപങ്ങളെ മായ്ക്കുകയും ശിക്ഷകളെ നീക്കം ചെയ്യുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞതുപോലെ അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വല്ലാത്തൊരു പ്രയോഗമാണ്. അവർ ഇസ്തിഗ്ഫാറിലായിരിക്കെ അവരെ ഞാൻ നശിപ്പിക്കുന്നതല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. സകല നശിപ്പിക്കലിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ ഇസ്തിഗ്ഫാറിൽ ഉണ്ടായാൽ മതി എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിൽ നമുക്ക് കാണാൻ സാധിക്കും. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബിയേ, നീ അവരിൽ ഉണ്ടായിരിക്കെ അല്ലാഹുവിന്റെ ശിക്ഷ നിനക്ക് വരുന്നതല്ല, അതോടൊപ്പം അവർ ഇസ്തിഗ്ഫാറിലായിരിക്കെ ഞാൻ അവരെ ശിക്ഷിക്കുന്നതുമല്ല എന്ന് സൂറത്ത് അൻഫാലിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര ടൈമുകൾ നമുക്ക് ബാക്കിയുണ്ട്. എത്ര ആളുകളോട് ടൈമില്ല എന്ന് വെറുതെ പറയാൻ. 5 കൊല്ലം മുമ്പ് ടൈമില്ല എന്ന് പറഞ്ഞവർ ഇപ്പൊ എത്ര മണിക്കൂർ റീൽസ് കാണുന്നവരാ. ഞാനും നിങ്ങളും എത്ര മണി, അതെവിടുന്ന് വന്ന മണിക്കൂറാണ്. ഏത് ജോലി ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ആ റീൽസ് കാണുന്നത്? ഒരു ജോലിയും നമ്മൾ ഉപേക്ഷിക്കാറില്ല. ഏത് ഭക്ഷണം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ റീൽസ് കണ്ടത്? ഒരു ഭക്ഷണവും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ബാത്റൂമിൽ പോകുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, മാറ്റുന്നുണ്ട്, അയൺ ചെയ്യുന്നുണ്ട്. എല്ലാം നടക്കുന്നതിനോടൊപ്പം എത്ര മണിക്കൂറുകൾ നമ്മുടെ മൊബൈലിലുണ്ട്? ഒരുപാട് മണിക്കൂറുകളുണ്ട്. എല്ലാവരും ഉണ്ട്. പക്ഷെ എത്ര അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ ചെല്ലുന്നുണ്ട്? 3 വീതം 5 നേരം 15 അസ്തഗ്ഫിറുല്ലാഹ് ഉണ്ട്. അത് എറിഞ്ഞിട്ട് പോവാണ്. നമ്മുടെ സുബ്ഹാനല്ലാഹും, നമ്മുടെ അൽഹംദുലില്ലാഹും, നമ്മുടെ അല്ലാഹു അക്ബറും, നമ്മുടെ അസ്തഗ്ഫിറുല്ലാഹും എത്ര ജീവസുറ്റതാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. എറിഞ്ഞിട്ടാണ് അല്ലേ? ജവാലകൾ കൊണ്ട് ഈ മന്ത്രം ചെല്ലുന്നത് പോലെ വേഗത്തിൽ ഇങ്ങനെ ചെല്ലിയിട്ട് തീർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു. അള്ളാന്റെ പരിശുദ്ധിയെ എത്ര പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുക? എത്ര കണ്ടിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക? അൽഹംദുലില്ലാഹ്, നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങൾ. അടിക്കടി വരുന്ന ഓരോ അക്കൗണ്ടുകളിലേക്കും വരുമാനങ്ങൾ വരുമ്പോൾ 2 അക്കൗണ്ടുള്ള ആളുകൾക്ക് 3ാമത്തെ അക്കൗണ്ട് തുറക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ, 2 ഷോപ്പുള്ള ആളുകൾക്ക് 3ാമത്തെ ഷോപ്പ് തുറക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ എത്ര അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എത്ര എണ്ണം നമ്മൾ പറയുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിന് തുല്യാണ്. പകരം പ്രതിഫലടക്കം കിട്ടുക എന്നാ പറയാ. പ്രതിഫലടക്കം അയാൾക്ക് വരികയാണ്. ലഅസീദന്നക്കും, അവർക്ക് അല്ലാഹു ആ നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആളുകൾക്ക് ഓർമ്മയുണ്ടാകുക എപ്പോഴാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെങ്കിലും മരണാശയ്യയിൽ കിടക്കുമ്പോൾ അന്ന് മാത്രം ഓർമ്മയുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളുടെ മീസാനിലെ ഒരു തട്ടിലും ദുനിയാവിലെ മുഴുവൻ സൃഷ്ടി വൈഭവങ്ങളും മറ്റൊരു തട്ടിലും തൂക്കിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ട് താഴ്ന്നു കിടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര പേര് ചെല്ലുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ എത്ര എണ്ണം നാവ് കൊണ്ട് ഉരുവിടാൻ സാധിക്കുന്നുണ്ട് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നത്. അല്ലാഹുവിന്റെ റസൂല് 100 കണക്കിന് അസ്തഗ്ഫിറുല്ലാഹുകൾ
ഡെയിലി ചെല്ലുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ, ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും അതുകൊണ്ട് തന്നെ അള്ളാഹു മായ്ച്ചു കളയുമെന്നാണ്. രാവും പകലും തെറ്റ് ചെയ്ത ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിഗ്ഫാർ നടത്തുന്നതിലൂടെ അതെല്ലാം നമുക്ക് പുറത്തു തരും. പലപ്പോഴും നമ്മൾ ന്യായീകരിക്കാറുണ്ട്. ചില തെറ്റുകളൊന്നും നമ്മുടെ അളവിൽ, നമ്മുടെ സ്കെയിലിൽ തെറ്റേയല്ല, അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോളി പ്രിയപ്പെട്ടവരെ. നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതും കഴിയാത്തതുമായ ഒരുപാട് പോരായ്മകൾ നമ്മളുടെ അടുക്കൽ നിന്ന് വന്നു പോകാറുണ്ട്, ഒരു സംശയവുമില്ല. അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴേക്കും ആ പാപം വലുതായി വളർന്ന് വലുതായി ചിലപ്പോൾ ആ കുടുംബം പിളർന്ന് വലിയ വലിയ പ്രത്യാഘാതങ്ങളൊക്കെ നടന്ന ശേഷമാണ് ആ ചെറിയ സംഭവം ഇല്ലാത്തതായിരുന്നു എന്നും തെറ്റിദ്ധരിച്ചതായിരുന്നു എന്നും അത് അവൻ അറിയില്ല പോലും, അവനായിരുന്നെന്ന് പറഞ്ഞത് അവൻ ഓർമ്മയില്ല പോലും എന്നൊക്കെ നമ്മൾ ചെറിയ ഉത്തരത്തിലേക്ക് ചുരുങ്ങുമ്പോൾ വലിയ വിസ്ഫോടാത്മകമായിട്ടുള്ള നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തിന്മകൾക്ക്, തെറ്റുകൾക്ക് ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇനിയോ ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഈ ഖുർആൻ അദ്ദേഹം പറയുകയാണ്, ഈ ഖുർആൻ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗവും മരുന്നും കാണിച്ചു തരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ, ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾക്ക് രോഗവും മരുന്നും കാണിച്ചു തരുന്നു. രോഗമെന്നാൽ പാപങ്ങളും മരുന്ന് എന്നാൽ പാപമോചനം തേടലുമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമുക്ക് സാക്ഷിയാകുന്ന കഥ നമ്മൾ കുറേ ഖുതുബയിൽ കേട്ടിട്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് സാക്ഷിയാകും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അത്തരുണത്തിലുള്ള സൂക്ഷ്മത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലവനും പതിവായി ഇസ്തിഗ്ഫാർ ചെയ്താൽ എല്ലാ വിഷമങ്ങളിൽ നിന്നും അവന് രക്ഷ നൽകുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദുഃഖത്തിൽ നിന്നും സമാധാനം നൽകുന്നതും അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അവന് ആഹാരം നൽകുന്നതുമാകുന്നു എന്ന് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് ദുർബലമാണെന്ന് അൽബാനി വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഈ ഹദീസ് ദുർബലമാണ്, എന്നാൽ ഇതിന്റെ ആശയം സ്വഹീഹാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക, എങ്കിൽ സങ്കീർണമായ ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല സൗഖ്യം അനുഭവിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, എല്ലാ നിലക്കുമുള്ള ബറകാത്തുകൾ ഇസ്തിഗ്ഫാറിലൂടെ ലഭിക്കുമെന്നാണ്. മഴ, ആകാശത്ത് നിന്ന് മഴയില്ലെങ്കിലുള്ള അവസ്ഥ എന്താ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കുറച്ചു മുമ്പ് അല്ലെ, ഒരു 5-6 മാസം മുമ്പ് മഴയ്ക്ക് വേണ്ടി കരഞ്ഞ് തേടിയവരാ നമ്മളെല്ലാവരും, ഓർമ്മയുണ്ടാകും എല്ലാവർക്കും. മഴയില്ല എങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക. മഴയില്ല എങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കും തീർന്നാൽ ആകാശത്ത് നിന്ന് ഈ വെള്ളക്കീറുകൾ, ഈ മേഘക്കീറുകളിലൂടെ ഈ വെള്ളക്കെട്ടുകൾ താഴെ എത്തു തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ മരിക്കുക ചെയ്യാം. ജീവജാലങ്ങൾ ചത്തൊടുങ്ങും, കൃഷികൾ നശിക്കും, മനുഷ്യർ ശ്വാസം കിട്ടാതെ, നിങ്ങൾക്കറിയോ മഴ ഇല്ലെങ്കിൽ ശ്വാസം കിട്ടൂല, നമുക്ക് ഓക്സിജൻ കിട്ടൂല. എല്ലാം ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക്, ഭൂമി നിർജീവമാകുന്ന അവസ്ഥയിലേക്ക് മാറുക ചെയ്യും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഖുർആൻ പറയുന്നുണ്ട്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم നിങ്ങൾക്കുള്ള ശക്തിയിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ ശക്തി വർദ്ധിക്കും. സുബ്ഹാനല്ലാഹ്. ആകാശത്തുനിന്ന് മഴ കിട്ടും, നിങ്ങൾക്കുള്ള ശക്തി ഉണ്ടല്ലോ, നിലവിലുള്ള ശക്തി, ആ ശക്തിയിൽ നിന്ന് കൂടുതൽ ശക്തി നിങ്ങൾക്ക് ഇസ്തിഗ്ഫാറിലൂടെ ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കും. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഖാല യാ ഖൗമി ലിമ തസ്തഅജിലൂന ബിസ്സയ്യിഅതി ഖബല അൽ ഹസനതി ലൗലാ തസ്തഗ്ഫിറൂന അല്ലാഹ ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് മാപ്പപേക്ഷിച്ചൂടെ? ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മാപ്പപേക്ഷിച്ചൂടെ? നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും കേട്ടോ. നമ്മൾ മാപ്പ് ചോദിച്ചാൽ അള്ളാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. അള്ളാന്റെ കാരുണ്യം ലഭിക്കുമ്പോഴാണ് പല രോഗത്തു നിന്നും നമ്മൾ രക്ഷപ്പെടുക. അള്ളാന്റെ കാരുണ്യം ലഭിക്കുമ്പോഴാണ് ഭയങ്കരമായ സുഖാനുഭൂതിയും സമാധാനവും നമുക്ക് ലഭിക്കുക. അള്ളാന്റെ കാരുണ്യം ലഭിക്കുമ്പോഴാണ് അള്ളാന്റെ പ്രൊട്ടക്ഷൻ പ്രിയപ്പെട്ടവരെ നമുക്ക് വരിക. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ആഫിയത്തിനൊക്കെ കിട്ടേണ്ടതായ എല്ലാ കരുണയും ലഭിക്കുക നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്താലാണ്. അതേപോലെ തന്നെ എപ്പോഴൊക്കെയാണ് പ്രിയപ്പെട്ടവരെ അത് നടത്തേണ്ടത്? ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുക, രാത്രി നമസ്കാരങ്ങൾ. ഇല്ലാത്ത ആളുകൾ അത് തുടങ്ങുക, ഉള്ള ആളുകൾ അത് തുടരുക, അതിന് ഊർജം വർദ്ധിപ്പിക്കുക. രാത്രിയിൽ
അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. നിശാന്തമായ സമയം കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, എന്താണ്? രാത്രിയിൽ അല്പസമയമാണ് അവർ ഉറങ്ങാറുള്ളത്. അവർ നിശാന്തമായ സമയങ്ങളിൽ പാപമോചനം ചെയ്തുകൊണ്ടേയിരിക്കും. രാത്രിയിൽ ഇരിക്കുക നമ്മളെല്ലാവരും. ഇനി നമുക്കൊക്കെ രാത്രിയെ ഒഴിവുള്ളൂ, പകല് ഫുള്ളായി അല്ലേ? പകല് ഫുള്ളായി, ഇനി രാത്രിയെ നമുക്ക് ഒഴിവുള്ളൂ. രാത്രി ഒരു പ്രത്യേക സമയം കണ്ടെത്തി എഴുന്നേൽക്കുക. കാരണം എന്താ? അത് നമ്മുടെ കാര്യത്തിനാണ്. ബാക്കിയൊക്കെ മക്കൾക്കാണ്, ബാക്കിയൊക്കെ ഫാമിലിക്കാണ് നമ്മൾ ഓടിയത്. പകലിലെ 10-20 മണിക്കൂറുകൾ നമ്മൾ ഓടുന്നത് ഫാമിലിക്കാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല, ഒരിക്കലുമല്ല നമുക്ക് വേണ്ടിയിട്ടല്ല. നമുക്കുള്ളത് നമ്മൾ സമ്പാദിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ വാപ്പമാരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആലോചിച്ച് നോക്ക്, നമുക്ക് വേണ്ടി ഒരു മണിക്കൂർ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ അറഫയിലെത്തിക്കഴിഞ്ഞാൽ അതേപോലെ സദസ്സ് പിരിയുമ്പോൾ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെയാണ് ഇസ്തിഗ്ഫാറിന്റെ പ്രത്യേകമായ സമയങ്ങൾ. അതേപോലെ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥനകളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് കൊണ്ടുവരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി. അത് നിങ്ങൾ എല്ലാവരും പഠിക്കണം. ഒരാളുണ്ടാവരുത് അതറിയാത്തവർ, ഒരാളുണ്ടാവരുത്. പ്രാർത്ഥനയുടെ സയ്യിദ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളെല്ലാ വിഷയവും അങ്ങോട്ട് പോകും, നിങ്ങളെല്ലാ തിന്മയും അള്ളാഹ് പുറത്തുവരും. പൊതുവെ ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, തെറ്റ് ചെയ്യുന്നു അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? തെറ്റ് ചെയ്ത് അസ്തഗ്ഫിറുല്ലാഹ് ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ ആ തെറ്റിലേക്ക് പോകരുത്. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ഇസ്തിഗ്ഫാർ തെറ്റ് ചെയ്തവരാണ്, ഇസ്തിഗ്ഫാർ നടത്തിയവരാണ്, തൗബ ചെയ്തവരാണ്, വീണ്ടും അതേ തെറ്റ് ചെയ്തവരാണ്. ഭൂരിപക്ഷം ആളുകൾ അങ്ങനെയാണ് അല്ലേ? ഭൂരിപക്ഷം ആളുകൾ അങ്ങനെയാണ്. തെറ്റും ചെയ്തിട്ടുണ്ട്, ഇസ്തിഗ്ഫാറും ചെയ്തിട്ടുണ്ട്, തൗബയും ചെയ്തിട്ടുണ്ട്, വീണ്ടും അതേ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആകെ ബേജാറാവും. ഇനി എന്ത്? ഇനി അള്ളാഹ് എടുക്കുമെന്നുള്ളതാ. അള്ളാഹു അതുകൊണ്ടാണ് എല്ലാ ആയത്തിന്റെയും അവസാനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? റഹീം റഹീം ഗഫൂറുർ റഹീം ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞാ ഒരു മനുഷ്യൻ വീണ്ടും തീരുമാനിക്കുക. സംഗതി 3-4 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, ഉംറയും ചെയ്തിട്ടുണ്ട്, പിന്നെയും ചെയ്തു പോയി. നിങ്ങൾ ഇറങ്ങിക്കോളൂ. ഇനിയും അള്ളാഹിനോട് പറ അസ്തഗ്ഫിറുല്ലാഹ്, കൽബ് പൊട്ടിയിട്ട് പറ, തുറന്നു പറ, പടച്ചോനെ പിന്നെയും ചെയ്തു പോയി, ഇനി ഞാൻ ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല, ആ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് കാവല് തരണേ എന്ന് പറ. അള്ളാന്റെ കാവലോടുകൂടി നിങ്ങൾക്ക് അതിൽ നിന്ന് സുരക്ഷിതമാകാൻ സാധിക്കും. ഒരാളും നിരാശപ്പെടരുത്. അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ വിചാരിച്ചത്ര അല്ല പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ ഒരുപാടധികമാണ്. മാതാപിതാക്കളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് കോടതി മുറികളിൽ, കോടതി വരാന്തകളിൽ മാതാപിതാക്കൾ അവിടുത്തെ തൂണുകൾ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവരെ മുഖത്ത് നോക്കിയിട്ട് പോട്ടേനെങ്കിലും ചോദിക്കാതെ അന്യപുരുഷന്മാരോടൊപ്പം പോയി ജീവിച്ചിരിക്കുന്ന കുട്ടികളെ വീണ്ടും മാതാപിതാക്കൾ കാണാൻ പോകാറുണ്ട്. പലയിടത്തും വീണ്ടും അവരുമായിട്ട് കണക്ഷൻ ആവാറുണ്ട്, നാട്ടുകാരറിയാതെ. ഇനി അവൾ അവിടുന്ന് തിരിച്ചു പോന്നാൽ പൊന്നുപോലെ സ്വീകരിക്കാനും മാതാപിതാക്കൾ റെഡിയാ. എന്താ ആ കാരുണ്യല്ലേ? ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച്, കോടതിയിൽ വെച്ച് മോളെ എന്റെ കൂടെ പോരി എന്ന് പറഞ്ഞാൽ ഇല്ല, ഒരു മാസമോ ഒരാഴ്ചയോ മാത്രം തന്റെ സുഖ സൗകര്യങ്ങൾക്കോ തന്റെ ചങ്ങാത്തത്തിനോ അടിമപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ, അഡ്രസ് ഇല്ലാത്തൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ കുട്ടിയോട് പോലും ആ മാതാവ് കാരുണ്യം, സ്വകാര്യമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അവിടെ ഒരു കാരുണ്യം നമ്മൾ കാണാൻ. എന്തൊരു ഉമ്മയത്, എന്തൊരു വാപ്പയത് അല്ലേ? മുഖത്തടിച്ചിട്ട് പോയ മക്കളെ അല്ലേ, എന്തെല്ലാം ലഹരിക്കടിമപ്പെട്ട യുവാക്കളെ ആയിരക്കണക്കിന് തവണ വാണിംഗ് കൊടുത്തിട്ടും കേൾക്കാതെ പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോയാൽ പിന്നെയും പോവാണ് എസ്ഐന്റെ മുന്നിലേക്ക്. വാപ്പ കരയാണ്, എന്റെ മോനങ്ങൾ ഒഴിച്ചു തരണം, എത്ര വേണമെങ്കിലും ഞാൻ തരാൻ റെഡിയാണ്, എത്ര വേണമെങ്കിലും ജാമ്യം തരാൻ റെഡിയാണ്. ഈ തോന്നിയാസങ്ങൾ ചെയ്ത മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കള് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിൽ തല ഉയർത്താതെ കരഞ്ഞുകൊണ്ട് പണിയെടുക്കുമ്പോ അവിടെ നമ്മൾ കാണുന്നില്ലേ ഒരു കാരുണ്യം പ്രിയപ്പെട്ടവരെ? അതിനേക്കാൾ 100 10,000 മടങ്ങ് കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ് എന്നത് പാപം ചെയ്ത നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമുക്ക് പുറത്തു തരും. നമ്മളുടെ അമലുകൾ അതിനുള്ളതാണ്, നമ്മളുടെ ഉംറകൾ അതിനുള്ളതാണ്, നമ്മളുടെ ഹദിയകൾ അതിനുള്ളതാണ്, നമ്മളുടെ സ്വതക്കകൾ അതിനുള്ളതാണ്. അതിനുള്ള എല്ലാ പോംവഴികളും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, എത്ര പാപം ചെയ്താലും നിങ്ങളുടെ റബ്ബ് കാരുണ്യവാനാണ്. നമ്മൾ ചോദിച്ച് തിരുത്തുക. അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് കടന്നു വന്ന് മടങ്ങിപ്പോകവേ മരിച്ചുപോയ ഒരു സഹാബി ഓർമ്മയില്ലേ? സഹാബാക്കൾ പറഞ്ഞെന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൾ പിടിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജാഹിലിയ്യത്തിന്റെ കട്ടപിടിച്ച കൂരിരുട്ടിൽ അള്ളിപ്പിടിച്ച ജനതയിൽ ജനിച്ച ഈ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അള്ളാഹിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്ത് മടങ്ങവേ യാത്രാമധ്യത്തിൽ മരിച്ച ആ സഹാബിയെ പറ്റി സഹാബത്ത്
ആഫിയത്ത് പറഞ്ഞെന്താണെന്നറിയോ? ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല അയാൾ. ഒരു സുജൂദിന്റെ സമയം പോലും വരുന്നതിന്റെ മുമ്പ് അയാൾ മരണപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? അയാൾ സ്വർഗത്തിലേക്കാണ്. അയാൾ ഇവിടുന്ന് പോയത് സ്വർഗത്തിലേക്കാണ്. അയാളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കാണാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ കാരുണ്യത്തെ അടയാളപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാവരും സദാസമയത്തും ഇസ്തിഗ്ഫാറുകൾ, ജീവസുറ്റ ഇസ്തിഗ്ഫാറുകൾ നടത്തുക. അള്ളാഹു നമ്മളുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الانسان ما لم يعلم ايها الناس اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറുകൾ നടത്തിയും തൗബ ചെയ്തും ജീവിതത്തിൽ ഇതുവരെ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് മുക്തരായി നല്ലവരായി ജീവിക്കുവാൻ ഈ അവസാന നിമിഷങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ പിരിയും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിലൊക്കെ നമ്മളെ വീടൊക്കെ മരണം വന്ന വീടായിട്ട് മാറും, അല്ലേ? നമ്മളൊക്കെ ആയിരിക്കും അത് മരിക്കുക. ഇപ്പൊ നമ്മൾ ഉപ്പാനെയും ഉപ്പാവയെയും ഒക്കെ നമ്മൾ മനസ്സിൽ കാണുമ്പോഴും അടുത്തതാരാണെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പല കുടുംബത്തിലും അടുത്തതാര് എന്ന് ചോദിച്ചാൽ ചെറിയ മക്കൾ പോലും നമ്മളെ മുഖത്തൊക്കെ വിരൽ ചൂണ്ട്, അടുത്ത നിങ്ങളാ, ഇനി മൂത്ത നിങ്ങളാ, അടുത്ത നിങ്ങളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയും, അതൊന്നും പറയാൻ പറ്റില്ല മക്കളെ, ചിലപ്പോ നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ ഏതൊരാളും സെലക്ട് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെ? എന്താ അവസ്ഥ ഉണ്ടാവുക? നമ്മുടെയൊക്കെയും മരണം സംഭവിച്ചാൽ നമ്മളുടെയൊക്കെ ഖബറിന് ആളുകൾ വന്ന് കൂടി ഖബറടക്കിയതിനു ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും? നമ്മളൊക്കെ ഖബറടക്കി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കരയുന്ന ആളുകളൊക്കെ കരച്ചു നിൽക്കും, കണ്ണീര് പറ്റി എന്നൊക്കെ പറയാ. പക്ഷെ എത്ര ദിവസം കരയാ? കുറെ കരയാൻ കഴിയില്ല. പ്രിയപ്പെട്ട നമ്മുടെ വാപ്പയാണ് മരിച്ചതെങ്കിൽ കരഞ്ഞ് കണ്ണീരവിടെ നിൽക്കും, ആ കരച്ചിലവിടെ നിൽക്കും. നമ്മുടെ കുടുംബക്കാർ ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ഖബറടക്കി വന്നാൽ ഏത് വീടുകളിൽ നമ്മൾ കാണുന്നതാണ്, കുറച്ച് ആളുകൾ അടുക്കളയിൽ ഒച്ചപ്പാട്, കുറച്ച് ആണുങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് അങ്ങനെ അതിന്റെ ദൃശ്യങ്ങൾ മാറുകയാണ്. പിന്നെയോ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ എന്തെങ്കിലും ഒരു കട്ടൻ ചായ എല്ലാം കുടിച്ച് മറ്റ് കഥകൾ പറയുന്ന അവസ്ഥ ഉണ്ടായ മയ്യത്ത് ഖബറിലെത്തിയിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചായയും കുടിച്ചു മറ്റ് കഥകൾ പറയും. മറ്റു ചിലർ അടിയന്തിരമായ സാഹചര്യം കാരണത്താൽ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ, ഞാൻ പിന്നീട് വന്നോളാം എന്ന കോളുകൾ വരാൻ തുടങ്ങും. പിന്നെയോ നിങ്ങളുടെ മുതലാളി അതേ സമയത്ത് ചിന്തിക്കുന്നുണ്ടാവും, ഇനി ആരാണ് നാളെ പീടിക തുറക്കുക, ഇനി ആരാ സ്റ്റാഫായിട്ട് നല്ലൊരുത്തനെ കിട്ടുക? നിങ്ങളുടെ മുതലാളി നിങ്ങൾക്ക് പകരം ഒരാളെ തെരഞ്ഞു തുടങ്ങും. ഇനിയോ ഏതാനും ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ മരണകാരണത്താൽ മക്കളൊക്കെ ലീവ് എടുത്തിട്ടുണ്ടാവും. ആ ലീവ് കഴിഞ്ഞ് മക്കളൊക്കെ ബാഗെടുത്ത് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങും, അല്ലേ? ജോലി നിർത്തി ലീവ് എടുത്ത് ഗൾഫിൽ നിന്ന് വന്ന മകൻ രണ്ടാമതും പാസ്പോർട്ട് അലമാരയിൽ നിന്ന് എടുത്ത് ടിക്കറ്റ് അടിക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോരുത്തരും തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. ഇനിയോ ഒരു മാസം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോമഡി ഷോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെലിവിഷൻ സ്ക്രീനിലെ തമാശകളോ കണ്ടിട്ട് നിങ്ങളെ കരഞ്ഞിരുന്ന വിധവയെന്ന് പറഞ്ഞ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ട നമ്മള് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് മാപ്പിളയും കൂടി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയും കൂടി ഇല്ലെങ്കിൽ ആ ചിരിക്ക് അതിരുകളും ഉണ്ടാവില്ല. അങ്ങനെ അതിശയകരമായ വേഗതയിൽ ആളുകൾ ഈ മരിച്ചുപോയ മനുഷ്യനെ മറക്കും. ആളുകൾ എത്ര വേഗം നിങ്ങളെ മറക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ജീവിച്ചത്. പലപ്പോഴും നമ്മളുടെ ഡ്രസ്സും നമ്മളുടെ വേഷവിധാനങ്ങളും നമ്മളുടെ സ്വഭാവ രൂപീകരണവും നമ്മളുടെ ജീവിത ശൈലിയും നമ്മൾ തിട്ടപ്പെടുത്തിയത് പോലും മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ ആളുകൾ ഏതായാലും നിങ്ങളെ മറക്കും. നിങ്ങളുടെ ജീവിതകാലം മുഴുവനും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ചിട്ടായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. ആ ഒരു വിചാരം അസ്ഥാനത്താണെന്ന് നമുക്ക് തിരിച്ചറിയും. അങ്ങനെ വാസ്തവത്തിൽ ആരും പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എല്ലാരും ഒന്നെന്ത് ചെയ്യുന്നു, ഒന്ന് കൂട്ടിമുട്ടുന്നു, ഒന്ന് ക്ലേശാകുന്നു എന്നതല്ലാതെ ആരും ആർക്കും വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. മറ്റുള്ള എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവരെല്ലാം പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരോട് സ്നേഹബന്ധം പുലർത്തേണ്ടത് ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും നേരത്തെ ഹസനുൽ ബസരി കാണിച്ചതുപോലെ ഏറ്റവും നല്ല അയൽവാസിയായി ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അങ്ങനെ നല്ല മനുഷ്യനായി ജീവിക്കുക. പൊടുന്നനെ മരണപ്പെട്ടു പോകുന്നതിന്റെ മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളൊക്കെയും നമ്മുടെ റബ്ബിനെ പ്രീതിപ്പെടുത്താൻ ജീവിച്ചവരായിരിക്കണം. ആ റബ്ബിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മടങ്ങുക. വേറൊരാളും അവിടെ ഉണ്ടാവില്ല.
നമ്മൾ ആലോചിച്ചു, റബ്ബിലേക്ക് എത്തണ്ട, ഇവിടുന്ന് ഒരു വെന്റിലേറ്ററിലേക്ക് എത്തുന്ന ഒരു ഇഷ്യൂ വരുമ്പം തന്നെ നമ്മൾ വേണ്ട എന്ന് ആ ഡോക്ടറും നഴ്സും വാതിൽക്കൽ വന്നിട്ട് പറയും, നിങ്ങൾ ഇവിടേക്ക് പ്രവേശനമില്ല, നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല എന്ന് പറയും. രണ്ടാമത് എന്താ പറയാ, നിങ്ങൾ ഇവരെയും കൂടി ഞങ്ങൾ കൊണ്ടുപോയിക്കോളി, ഇവിടെ ഇനി കിടത്തണമെന്നില്ല എന്ന് പറയും. അല്ലേ? ആ ഒരു അവസ്ഥ കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പം അമുസ്ലിങ്ങളായ ഡോക്ടർമാരും നഴ്സുമാരും പോലും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കും, ഇനിയെല്ലാം മേലെയാണ്. അല്ലേ? ഇനിയെല്ലാം മേലെയാണ്. നമ്മളൊക്കെയും ആകാശലോകങ്ങളുടെ സൃഷ്ടാവായ മലിക്കുൽ ജബ്ബാറായ ആ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്തായാലും മരിക്കൂലേ? എല്ലാരും മരിച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവാചകൻ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ താണനായ നമ്മുടെ വാപ്പ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നമ്മുടെ ഇക്കാക്ക, ഇങ്ങനെ പലരും മരിച്ചിട്ടില്ലേ? നമ്മളെ മാത്രമല്ല ബാക്കി നിർത്തുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പാപങ്ങൾ കഴുകിക്കളയുക. അതിന് ഒന്നാമത്തതാണ് നമ്മളെല്ലാവരും കൃത്യമായ നമസ്കാരത്തിൽ ബോധപൂർവം സാഹൂതം ശ്രദ്ധിച്ചുകൊണ്ടുള്ള നമസ്കാരങ്ങൾ ചിട്ടയായി സമയബന്ധിതമായി നിർവഹിക്കുക. അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد.